ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ റെസിപ്പി ഒരു ഡെസേർട്ടാണ്, മാംഗോ പുഡിംഗ്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിതാ ആദ്യം തന്നെ ചൈന ഗ്രാസ് എടുത്തിന്. ഇതിപ്പോൾ 25 ഗ്രാമിൻ്റെ ചൈന ഗ്രാസാണ്. ഇത് ഫുള്ള് എനിക്കിപ്പോൾ ആവശ്യമില്ല. ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന പുഡിങ്ങിന് 20 ഗ്രാം മതി. ഞാനിപ്പോൾ 1 ലിറ്റർ പാലിനാണ് പുഡിംഗ് ഉണ്ടാക്കുന്നത്. അതിന് 20 ഗ്രാം ചൈന ഗ്രാസാണ് വേണ്ടത്. അപ്പോൾ ഞാനിതാ 20 ഗ്രാം എടുത്തിട്ട് ബാക്കി 5 ഗ്രാം അവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഈ ചൈന ഗ്രാസ് കട്ട് ചെയ്തിട്ടൊരു പാത്രത്തിലേക്ക് ഇടാം. ഇനി അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് സോക്ക് ചെയ്യാൻ വെക്കാം. ഇനി നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എടുക്കാം, മാങ്ങ. ഇതിപ്പോൾ ഞാൻ 2 വലിയ മാങ്ങ എടുത്തിന്. അതിൽ നിന്ന് ഞാനിപ്പോൾ ഇതാ ഈ ഒരു ചെറിയൊരു പോർഷൻ മാറ്റി വെച്ചിന്. നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട്. ഇനി ബാക്കിയുള്ള മാങ്ങ ഞാനിതാ ക്യൂബ് പോലെ കട്ട് ചെയ്തെടുത്തിന്. ഈ മാങ്ങ എടുക്കുമ്പോൾ നല്ല മധുരമുള്ള മാങ്ങ നോക്കിയിട്ട് എടുക്കുക, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഈ മാങ്ങ നമുക്കൊന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അതിൽ നിന്നും ഞാൻ കുറച്ച് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. 2.5 സ്പൂൺ ഉണ്ടാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ ഒരു 3/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ കണ്ടൻസ്ഡ് മിൽക്ക് മസ്റ്റാണ്. പിന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് പാല് ചൂടാകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതാ പാല് ഇങ്ങനെ തിളക്കാൻ വേണ്ടി പോകുന്നൊരു ടൈമിൽ ഓഫാക്കുക. അധികം തിളച്ച് പൊങ്ങാൻ നിൽക്കണ്ട. ഇനി ഫ്ലെയിം ഓഫാക്കുക. എന്നിട്ട് ഈ മാംഗോ പേസ്റ്റിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കുക. കാരണം പേസ്റ്റ് കുറച്ച് കട്ടിയിലല്ല ഉണ്ടാവുക. നമ്മൾ മാംഗോ പേസ്റ്റ് ആക്കുന്ന ടൈമിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് നല്ല കട്ടിയിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് തിരിച്ച് ഇതിലേക്ക് തന്നെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. ഒഴിക്കുന്ന ടൈമിൽ ഇത് കട്ട പിടിച്ച പോലെ ഉണ്ടാവും. പക്ഷേങ്കിൽ നമ്മൾ വിസ്ക് വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ കട്ടൊന്നും ഉണ്ടാവില്ല. ഇത് ഒഴിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം ഓഫാക്കിയിട്ടാണ് മാംഗോ പേസ്റ്റ് ഒഴിക്കേണ്ടത്. ഇനി അഥവാ നിങ്ങൾ എടുക്കുന്ന മാംഗോ നല്ല പുളിയുള്ള മാംഗോ ആണെങ്കിൽ വേറൊരു പാത്രത്തിൽ മാംഗോ പേസ്റ്റും കുറച്ച് ഷുഗറും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് അത് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. അല്ലാണ്ട് ഡയറക്റ്റ് ഒഴിക്കുന്നതാണെങ്കിൽ നല്ല മധുരമുള്ള മാംഗോ പേസ്റ്റ് തന്നെ എടുക്കാം. ഇനി നമ്മൾ ചൈന ഗ്രാസ് ഒന്ന് മെൽട്ടാക്കി എടുക്കാം. നേരത്തെ ഒഴിച്ച വെള്ളമില്ലേ സോക്കാൻ വെച്ച്, അത്ര തന്നെ ഞാൻ എടുക്കുന്നുള്ളൂ, ഓവർ വെള്ളം ഒഴിക്കുന്നില്ല. ഇനി ഈ ചൈന ഗ്രാസ് മെൽട്ടാകുന്നവരെ ഒന്ന് ചൂടാക്കാം. അങ്ങനെ ചൈന ഗ്രാസ് നല്ലോണം മെൽട്ടായി വന്നിന്. ഇനി ഇത് ആ ചൂടോടെ തന്നെ നമ്മൾ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച പാടന്നെ വിസ്ക് വെച്ചിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കട്ട പിടിക്കും. അങ്ങനെ ഇതാ കട്ടൊന്നും ഇല്ലാണ്ട് തന്നെ പുഡിങ്ങിൻ്റെ മിക്സ് റെഡി ആയിന്. ഇനി ഇതൊരു പുഡിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ 1 ലിറ്റർ പാലിനാക്കിയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അതുകൊണ്ട് വലിയ പുഡിംഗ് ട്രേ ആണ് ഞാൻ എടുത്തിന്.
ഇനി ഇതിൻ്റെ മേലെയുള്ള എയർ ബബിൾസ് എല്ലാം ഒന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഞാൻ ഫസ്റ്റ് മാറ്റി വെച്ചൊരു പീസില്ലേ മാംഗോൻ്റെ, ആ പീസ് ചെറിയ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തിന് അതും കൂടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. നമ്മൾ പുഡിങ് കഴിക്കുന്ന ടൈമിൽ ഇടയ്ക്ക് മാംഗോൻ്റെ പീസ് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. അടുത്തതായിട്ട് ഞാനിതാ നമ്മൾ ഫസ്റ്റ് മാറ്റി വെച്ചില്ല മാംഗോൻ്റെ പേസ്റ്റ്, അതിനെ കൊണ്ട് ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് ഒരു ഗാർണിഷ് കൊടുക്കുന്നുണ്ട്. മാംഗോ പേസ്റ്റും മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പുഡിങ്ങിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിനാ? സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുവരെ മാംഗോ പുഡിങ് ട്രൈ ആക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം. അടുത്ത പ്രാവശ്യം മാംഗോ വാങ്ങുമ്പോൾ ഉണ്ടാക്കി നോക്കാം. ഇതിപ്പോൾ ഞാൻ പുഡിങ് ഉണ്ടാക്കുന്നതിനൊരു റീസൺ ഉണ്ട്. നാളെ ഈ വാച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പുഡിങ് ഉണ്ടാക്കുന്നത്. തലേന്ന് രാത്രി തന്നെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച്. ഇത് സെറ്റ് ആവണമെങ്കിൽ ഓവർനൈറ്റ് വെക്കണമല്ലോ. ഇനി ഈ പുഡിങ് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അതിനായിട്ട് ഇതാ ഞാൻ ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്തിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്. ഫ്രിഡ്ജിൽ ഇപ്പോൾ നമ്മൾ തലേന്ന് രാത്രി വെക്കുന്നതാണെങ്കിൽ പിറ്റേന്ന് രാവിലത്തേക്ക് സെറ്റ് ആയിക്കോളും. നല്ലോണം തണുത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ ഇതാ ഞാൻ പിറ്റേന്ന് ഉച്ചയായപ്പോൾ പുറത്തെടുത്ത് കട്ട് ചെയ്ത് നോക്കുമ്പോൾ നല്ല സെറ്റായി വന്നിന്. കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെന്തായാലും ഉണ്ടാക്കി നോക്കാം. എടുക്കുക, മാംഗോൻ്റെ പീസസ് എല്ലാം വായിൽ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല റിച്ച് ടേസ്റ്റാണ്. നല്ല മാംഗോ നോക്കിയിട്ട് എടുക്കുക, എന്നാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാല്ലാ ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.